Dear friends, നമ്മൾ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങളെ കുറിച്ചാണ്. എന്താണ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങൾ? യഥാർത്ഥത്തിൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് ആ വൈദ്യുത പ്രവാഹത്തെ തടസ്സം നിർത്തുന്ന ഒപ്പോസ് ചെയ്യുന്ന ഉപകരണങ്ങളുണ്ട്. ഓക്കെ, a resistor is a device which is used to oppose the flow of electric current. അതായത് വൈദ്യുത പ്രവാഹത്തെ തടസ്സം നിർത്തുന്ന ഉപകരണങ്ങളെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധകങ്ങൾ. ഓക്കെ, വൈദ്യുത പ്രവാഹത്തെ തടസ്സം നിർത്തുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് പ്രതിരോധകങ്ങൾ. Okay, a resistor is a device which is used to oppose the flow of electric current. Okay, and that ability is commonly known as resistance. ആ ഒരു കഴിവിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് പ്രതിരോധം. ഓക്കെ, ആ ഒരു കഴിവ്, ഏത് കഴിവ്? വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ആ കഴിവിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ് ഓം. ഇതാണ് ഓം എന്ന് പറയുന്ന ഒരു സിംബൽ. ഓക്കെ, ഓം എന്നുള്ള സിംബൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം ആണ്. ഓക്കെ, ഇനി ഈ പ്രതിരോധങ്ങളുടെ സർക്യൂട്ട് സിംബൽ എന്ന് പറയുന്നത് ഇതാണ് പ്രതിരോധങ്ങൾ അഥവാ റെസിസ്റ്റേഴ്സിന്റെ സർക്യൂട്ട് സിംബൽ. നമ്മൾ സർക്യൂട്ടിൽ ഓരോ കമ്പോണന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സർക്യൂട്ട് സിംബൽ ആണ് യൂസ് ചെയ്യാറ്. ഇതാണ് പ്രതിരോധങ്ങളുടെ അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സിന്റെ സർക്യൂട്ട് സിംബൽ. ഇനി ഈ പ്രതിരോധങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ഷൻ നടത്താം. പ്രതിരോധങ്ങളെ അതിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് പ്രതിരോധങ്ങളുടെ വാല്യൂ കൂട്ടിക്കൊണ്ടുവരാം. അതിന് നമ്മൾ പ്രതിരോധങ്ങളെ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്ന് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, അതുപോലെ തന്നെ രണ്ടാമത്തത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. പ്രതിരോധങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ഷൻ നടത്താം. ഒന്ന് ശ്രേണി രീതി, രണ്ടാമത്തത് സമാന്തര രീതി. ഓക്കെ, സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി, രണ്ടാമത്തെ രീതിയാണ് പാരലൽ കണക്ഷൻ അഥവാ സമാന്തര രീതി. ഇതാണ് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാവുന്ന രണ്ട് മെത്തേഡുകൾ. ഇനി ഇവ എന്താണ് എന്ന് നമുക്ക് അറിയണം. ഒന്ന് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അപ്പൊ നോക്കാം എന്താണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ രണ്ട് റെസിസ്റ്റേഴ്സ് എടുക്കാം. ഇത് ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു റെസിസ്റ്റൻസ് R2. ഇത് R2. ഈ R1നെയും R2നെയും നമ്മൾ കൈ കോർത്ത് നിൽക്കുന്ന രീതി അതുപോലെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? റെസിസ്റ്റൻസ് R1ഉം R2നെയും കണക്ട് ചെയ്തത്. അതായത് എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്. ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിന്റെ കണക്ഷൻ നടത്തിയിട്ടുണ്ട്. ഈ ഒരു രീതിയെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള അഗ്രം ഇവിടെയും കാണാൻ പറ്റും, മറ്റൊരു സ്വതന്ത്രമായിട്ടുള്ള അഗ്രം ഫ്രീ എൻഡ് അവിടെയും കാണാൻ പറ്റും. ഇതിനെ ഈ രണ്ട് ഫ്രീ എൻഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം V വോൾട്ട് നൽകുക. ഒരു ബാറ്ററി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള അല്ലെ പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള ഒരു ബാറ്ററി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാം സർക്യൂട്ടിലെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ട് ഈസ് ഓൾവേസ് ട്രാൻസ്ഫേർഡ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ ഏതാ പോസിറ്റീവ് ടെർമിനൽ? ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ലാർജ് ലൈൻ. നെഗറ്റീവ് ലൈൻ എന്ന് പറയുന്നത് സ്മോൾ ലൈൻ ആണ്, നെഗറ്റീവ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായി. അപ്പൊ നമുക്ക് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ ഇങ്ങനെ കാണിക്കാം. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക്. ഇതാണ് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ. ഇവിടെ അവസാനിക്കും. ഇതാണ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് നോക്കാം V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ I കറന്റ് ഫ്ലോ ചെയ്യും. ലെറ്റ് I കറന്റ് ബി ദ കറന്റ് ഫ്ലോ. ഒരു I കറന്റ് ഈ ഒരു സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് R1ലൂടെയും R2ലൂടെയും ഒരേ കറന്റ് ആണ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
സർക്യൂട്ടിലെ കറണ്ട് I ആണെങ്കിൽ ഇവിടെയുള്ള R1ലുള്ള കറണ്ടും R2ലുള്ള കറണ്ടും എന്തായിരിക്കും തുല്യമായിരിക്കും. ഓക്കേ, ഇൻ സീരീസ് കണക്ഷൻ കറണ്ട് ഈസ് സെയിം. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഷുഡ് ബി സെയിം. ഓരോ റെസിസ്റ്ററിലൂടെയും കറണ്ട് എന്തായിരിക്കും തുല്യമായിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഷുഡ് ബി സെയിം. ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് തുല്യമായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് കറണ്ട് സെയിം, കറണ്ട് തുല്യമാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇവിടെ V വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയിട്ടുള്ളത്. ഈ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം V1 എന്ന് പറയുന്നത് R1 ന് അക്രോസ് ആയിട്ട് കിട്ടും. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വോൾട്ട് ആണ് നൽകിയിട്ടുള്ളത്. ആ V വോൾട്ടിൽ സപ്പോസ് R6 വോൾട്ട് ആണ് നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ 6 വോൾട്ടിൽ ഒരു 3 വോൾട്ട് R1 എന്ന് പറയുന്ന റെസിസ്റ്ററിനും ബാക്കിയുള്ള 3 വോൾട്ട് R2. ഓക്കേ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ V ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു V1 പാർട്ട് R1 ന് അക്രോസും ഒരു V2 പാർട്ട് R2 പ്രതിരോധത്തിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും ലഭിക്കും. ഓക്കേ, അപ്പോൾ V1 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1, V2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2. V1 പൊട്ടൻഷ്യൽ വ്യത്യാസം R1 ന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, V2 R2 ന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഓക്കേ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് സെയിം ആണോ? ഓരോ പ്രതിരോധത്തിലൂടെയുള്ള വോൾട്ടേജ് സെയിം ആണോ? അല്ല. കാരണം ഇവിടെ നമ്മൾ V കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ട് മാത്രമേ എതിരെ കിട്ടിയിട്ടുള്ളൂ, R1 ന് കുറുകെ കിട്ടിയിട്ടുള്ളൂ. അതിലൊരു പാർട്ട് മാത്രമേ R2 ന് കുറുകെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. R1 ഒരു ഡിവൈസ്, R2 മറ്റൊരു ഡിവൈസ്. R1 ഒരു ഉപകരണം, R2 മറ്റൊരു ഉപകരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ട് ഉപകരണത്തെയും പ്രത്യേകം നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പ്രത്യേക നിയന്ത്രണ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം സ്വിച്ച് ഓരോ ഉപകരണത്തിനും കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ നമുക്ക് ഒരു സ്വിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കണക്ട് ചെയ്യാൻ പറ്റൂ. അത് നമുക്ക് ഒന്നുകിൽ ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു സ്വിച്ച് കണക്ട് ചെയ്ത് ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഉപകരണങ്ങളും എന്ത് ചെയ്യും, ഒരുമിച്ച് പ്രവർത്തിക്കും. ആ സ്വിച്ച് ഓഫ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഉപകരണങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്യും, ഓഫ് ആകും. അപ്പൊ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു രീതിയിൽ നമുക്ക് പ്രത്യേകം നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ കഴിയില്ല. ഓക്കേ, we cannot connect individual switches in series connection. ഒരു സീരീസ് കണക്ഷനിൽ നമുക്ക് പ്രത്യേകം സ്വിച്ചുകൾ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻഡിവിജ്വൽ സ്വിച്ചസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് തേർഡ് പോയിന്റ്, സീരീസ് കണക്ഷനിലെ തേർഡ് പോയിന്റ്. എന്തായാലും ഒന്നാമത്തെ പോയിന്റ് കറണ്ട് സെയിം, രണ്ടാമത്തത് വോൾട്ടേജ് ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഇൻഡിവിജ്വൽ സ്വിച്ചസ് കണക്ട് ചെയ്യാൻ കഴിയില്ല. വി കനോട്ട് കണക്ട് ഇൻഡിവിജ്വൽ സ്വിച്ചസ്, പ്രത്യേകം നിയന്ത്രണ സംവിധാനങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കേ, അപ്പോൾ മൂന്ന് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് ഇതിനുള്ള സഫല പ്രതിരോധം, ഈ സർക്യൂട്ടിലെ ആകെ പ്രതിരോധം നമുക്ക് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം, കണക്ക് കൂട്ടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇത് I എന്ന് പറയുന്ന കറണ്ടാണ് ഞാൻ പറഞ്ഞത്. I കറണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ R1 ന് അക്രോസ് ആയിട്ടും I കറണ്ട് തന്നെ ഉണ്ടാവും, R2 ന് അക്രോസ് ആയിട്ടും I കറണ്ട് തന്നെ ഉണ്ടാവും. കറണ്ട് തുല്യമാണ് സർക്യൂട്ടിലെ കറണ്ട് തുല്യമാണ്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് V, ഇവിടെ V എന്ന് പറയുന്നത് സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് ആണ്. ആ V എന്ന് പറയുന്നത് നമുക്ക് V equal to V1 plus V2 എന്ന് എഴുതാം. ഓക്കേ, ടോട്ടൽ വോൾട്ടേജ് V ആണ്. അതിൽ ഒരു പാർട്ടാണ് V1, മറ്റൊരു പാർട്ടാണ് V2. അപ്പോൾ V1 plus V2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, V ക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കേ, V equal to V1 plus V2. ഇനി എന്താണ് V? V എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ്. ആ V യെ നമുക്ക് ഓംസ് ലോ അടിസ്ഥാനമാക്കിയിട്ട് ഒന്ന് മാറ്റി എഴുതാം. നമുക്കറിയാം ഓംസ് ലോ എന്താണ്. ഓംസ് ലോ പ്രകാരം V is equal to I into R, current into resistance. അപ്പോൾ V ക്ക് പകരം എനിക്ക് I into R എന്ന് കൊടുക്കാം. V ക്ക് പകരം ഞാൻ I R എന്ന് കൊടുത്തു. ഇനി V1 എന്താ? V1
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R1. R1ന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ V1 ആയി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് V1 ന് I into R1 എന്ന് കൊടുക്കാം. അപ്പോൾ V1 ന് പകരം നമുക്ക് IR1 എന്ന് കൊടുക്കാം. പ്ലസ് V2 എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് I into R2 പ്ലസ് I into R2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി IR equal to IR1 plus IR2. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് I ആണ്. ഓക്കേ, സോ IR equal to I into R1 plus R2. കോമൺ ടേമിനെ ഞാൻ എന്ത് ചെയ്യാണ് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ IR equal to I into R1 plus R2. ഇവിടെ നമുക്ക് both right hand side and left hand side the I is the common term. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും I എന്ന് പറയുന്നത് കോമൺ ടേം ആണ്. ആ കോമൺ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് നോക്കുക R equal to R1 plus R2. ഇതാണ് സഫല പ്രതിരോധം ശ്രേണി രീതിയിൽ കണ്ടുപിടിക്കാനുള്ള സമവാക്യം. എന്താ സമവാക്യം? R equal to R1 plus R2. എന്താ R1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രതിരോധം അല്ലെങ്കിൽ ഒന്നാമത്തെ റെസിസ്റ്റർ, രണ്ടാമത്തെ R2. ഓക്കേ, അപ്പോൾ R1 ന്റെയും R2 ന്റെയും സം ആയിരിക്കും ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് can be calculated by R is equal to R1 plus R2. ഇനി ഒരുപാട് റെസിസ്റ്റർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? R equal to R1 plus R2 plus R3 plus etc plus Rn. വേർ Rn എന്ന് പറയുന്നത് ലാസ്റ്റ് റെസിസ്റ്റൻസ് എത്ര ഉണ്ടോ എല്ലാത്തിനെയും കൂടി നമുക്ക് കൂട്ടിയതിന്റെ തുകയായിരിക്കും എന്ത് സഫല പ്രതിരോധം ശ്രേണി രീതിയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കേ, ഇനി എല്ലാ റെസിസ്റ്റൻസും തുല്യമാണ് രണ്ടാണെങ്കിൽ ഓക്കേ, ഇപ്പോ R1 ഉം 2 R2 ഉം 2 R3 ഉം 2. ഇപ്പോ 2 + 2 + 2 എന്ന് ഇങ്ങനെ തുക കാണുന്നതിന് പകരം എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനെ ഒന്നിന്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കേ, ഇപ്പോ എല്ലാ റെസിസ്റ്റൻസും തുല്യമാണെങ്കിൽ നമുക്ക് R × N കണ്ടുപിടിച്ചാൽ മതി. വേർ R എന്ന് പറയുന്നത് R equal to R into N കണ്ടുപിടിച്ചാൽ മതി. വേർ R എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ റെസിസ്റ്റൻസ്, അത് 2 ആണെങ്കിൽ 2 അല്ലെ 3 ആണെങ്കിൽ 3. ഓക്കേ, എത്രയാണോ അതിന്റെ വില കൊണ്ട് അങ്ങനെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, 1 ആണോ 2 ആണോ 1 ആണോ എത്ര ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസിൽ കണ്ടുപിടിക്കാം. R equal to R into N എന്ന് പറയുന്ന സമവാക്യം എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോയത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണ്. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഓക്കേ, അപ്പോൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് അല്ലെങ്കിൽ ശ്രേണി രീതിയിൽ നമ്മൾ 5 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ 5 പോയിന്റ്? ഒന്നാമത്തേത് കറണ്ട് തുല്യം, കറണ്ട് സെയിം. ഓക്കേ, രണ്ടാമത്തേത് വോൾട്ടേജ് ഡിഫറെന്റ്. ഓക്കേ, പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമാണ്. ഓരോ ഉപകരണത്തിന് കുറുകെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം വ്യത്യസ്തമാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് പ്രതിരോധം, സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ഇപ്പൊ നമ്മൾ കണ്ടല്ലേ കൂട്ടിയാണ് R1 plus R2 plus R3 ആണെങ്കിൽ സഫല പ്രതിരോധം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്, സഫല പ്രതിരോധം കൂടുന്നു. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് നമുക്ക് എന്താ പറയാം? ഇൻഡിവിജ്വൽ സ്വിച്ചസ് cannot be connected. ഇൻഡിവിജ്വൽ സ്വിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം നിയന്ത്രണ സംവിധാനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് 4 പ്രധാനമായിട്ടും റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ അഥവാ സമാന്തര രീതി എന്താണ് എന്നാണ്. ഓക്കേ, ഇപ്പൊ 2 രീതിയിൽ കണക്ഷൻ റെസിസ്റ്റേഴ്സിനെ നടത്താം. ഒന്നാമത്തേത് ശ്രേണി രീതി, നമ്മൾ ആ 5 പോയിന്റുകളും 4 പോയിന്റുകളും കണ്ടു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണ്. ഓക്കേ, എങ്ങനെയാണ് പാരലൽ കണക്ഷൻ? നേരത്തെ എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ് നടത്തിയത്. ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡ് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നത്, ഒരു കൈ കോർത്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ്. എങ്കിൽ സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അപ്പ് ആൻഡ് ഡൗൺ കണക്ഷൻ ആണ്. 2 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലും താഴെയായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെ നമുക്ക് എന്ത് ചെയ്യും തോന്നും. ഓക്കേ, നോക്കുക, ഇത് R1 ഒന്നാമത്തെ റെസിസ്റ്റർ, ഇത് R2 രണ്ടാമത്തെ റെസിസ്റ്റർ. 2 അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത്, മുകളിലും താഴെയായിട്ടാണ് നിൽക്കുന്നത്.
അപ്പൊ ഈ R1ന്റെ ഒരു പോയിന്റ്, R1ന്റെ ഫ്രീ എൻഡ് R2ന്റെ അതേ ഫ്രീ എൻഡുമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണോ നമ്മൾ ഒരാളെ രണ്ടാള് ബേക്കിലും മുന്നിലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കൈകള് തമ്മിൽ എന്ത് ചെയ്യുന്നു, കോർത്ത് നിൽക്കുക. ഒരാൾ മുന്നിലും മറ്റൊരാള് പിന്നിലായിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ കൈകൾ ജോയിൻ ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണോ അതുപോലെ നമുക്ക് തോന്നും. ഓക്കെ, സോ ഇത് R1 എന്ന് പറയുന്നത്, ഇത് R2 എന്ന് പറയുന്നത്. അതിന്റെ വലതുഭാഗം ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു, ഇടതുഭാഗം മറ്റൊരു പോയിന്റിൽ കേന്ദ്രീകരിക്കുന്നു. ഇതാണ് സമാന്തര രീതിയുടെ ഒരു ഫിഗർ. ഓക്കെ, ഇനി നോക്കുക ഈ ഒരു രണ്ട് പോയിന്റുകൾ. അപ്പോൾ A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റ്, A B രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് കാണാം. ഈ A എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും B എന്ന് പറയുന്ന പോയിന്റ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്തു. അതായത് ഈ രണ്ട് റെസിസ്റ്റേഴ്സിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു V വോൾട്ടുമായിട്ട് ബാറ്ററിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ചിത്രത്തിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഏതായിരുന്നു കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ? പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറണ്ട് ഫ്ലോനെ മാർക്ക് ചെയ്യാം. പോസിറ്റീവ് ടെർമിനൽ ഇതാണ്, അതിലൂടെ നെഗറ്റീവ് ടെർമിനലിലേക്ക്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു I കറണ്ട് എന്ത് ചെയ്ത് പാസ് ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, ലെറ്റ് I be the current flows through the circuit. ഈ ഒരു സർക്യൂട്ടിലൂടെ I കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത് വരെ എത്ര തന്നെ കറണ്ട് ഉണ്ടാവും? I എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവും. ഈ A എന്ന് പറയുന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ വെച്ചിട്ട് കറണ്ട് എന്ത് ചെയ്യും? രണ്ട് പാത്തിലൂടെ, രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കും. ഏതൊക്കെയാ വഴി? ഒന്ന് R1 എന്ന് പറയുന്ന വഴിയിലൂടെയും കറണ്ടിന് പോകാം, അതേപോലെ തന്നെ R2 എന്ന് പറയുന്ന വഴിയിലൂടെയും കറണ്ടിന് സഞ്ചരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് രണ്ടായിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. കറണ്ട് ഈസ് ഡിവൈഡഡ്, കറണ്ട് വിഭജിക്കപ്പെടുക. നേരത്തെ കറണ്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ടോ സീരീസിൽ? അല്ലെ, ശ്രേണി രീതിയിൽ കറണ്ട് വിഭജിക്കപ്പെട്ടിട്ടില്ല, കറണ്ട് തുല്യമായിരുന്നു. ഇവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്തു. ഓക്കെ, കറണ്ട് ഈസ് ഡിവൈഡഡ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ നമുക്ക് I കറണ്ടാണ് A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നത്. അപ്പൊ ആ I കറണ്ടില് ഒരു I1 ഭാഗം, I1 എന്ന് പറയുന്നത് R1 ഒഴുകുന്ന കറണ്ടിന്റെ അളവാണ്. ഓക്കെ, R1 എന്ന് പറയുന്നത് ഒന്നാമത്തെ റെസിസ്റ്റർ ആണ്. ആ R1 I1 കറണ്ടും I2 എന്ന് പറയുന്നത് R2 ഒഴുകുന്ന കറണ്ടാണ് I2. സോ I1 എന്താ? R1 റെസിസ്റ്റേഴ്സ് അല്ല, R1 റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട്. ഓക്കെ, എന്താ I2? R2 റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടാണ് I2. ഇനി ഈ രണ്ട് കറണ്ടും അടുത്ത ഈ ഒരു ഭാഗത്തൂടെ വന്ന് I1 എന്ന് പറയുന്ന കറണ്ടും I2 എന്ന് പറയുന്ന കറണ്ടും കൂടി B എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. തീർച്ചയായും ഈ പോയിന്റിലൂടെ വന്ന് ഇവിടെയാണ് എത്തിച്ചേരുക. ഈ പോയിന്റിലൂടെ വന്ന് ഇവിടെയാണ് എത്തിച്ചേരുക. അപ്പൊ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കുക, B എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ എത്ര തന്നെ കറണ്ട് ഉണ്ടാവും? ഈ പറയുന്ന I1 ഉം I2 ഉം കൂടി ചേർന്നിട്ട് സർക്യൂട്ടിൽ നമ്മൾ ആദ്യം കണ്ട കറണ്ട് ഉണ്ടല്ലോ, അത് I ആണ്. അപ്പോൾ ഇവിടെ മുതൽ വീണ്ടും I കറണ്ട് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഒന്നാമത്തെ പോയിന്റ്, ഇൻ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ സമാന്തര രീതിയിൽ കറണ്ട് ഈസ് ഡിവൈഡഡ്, കറണ്ട് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന I എന്ന് പറയുന്നതിന് ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് I ആണെങ്കിൽ ആ I കാണാനുള്ള സമവാക്യം I1 I2 എന്ന് എഴുതാം. കാരണം I1 ഉം I2 ഉം കൂടി ചേർന്നിട്ടാണ് ഈ I കറണ്ട് സർക്യൂട്ടിലുള്ളത്. സോ I = I1 I2. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ B എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, B എന്ന് പറയുന്ന ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ B വോൾട്ടേജ് അല്ല പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ B തന്നെ നമുക്ക് R1 ന് അക്രോസ് ആയിട്ട് കിട്ടും. ഓക്കേ, ഇപ്പോ B എന്ന് പറയുന്നത് തന്നെ R1 ന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കേ, അതേ B തന്നെ എന്തിന് അക്രോസ് ആയിട്ട് കിട്ടും? B2 ന് അല്ല സോറി R2 ന് അക്രോസ് ആയിട്ട് കിട്ടും. അപ്പോൾ R1 ന് അക്രോസ് ആയിട്ടും
V വോൾട്ടേജ് തന്നെ കിട്ടും, R2 നെ ക്രോസ് ആയിട്ടും V വോൾട്ടേജ് തന്നെ കിട്ടും. അതിലെന്തില്ല, മാറ്റമില്ല. അപ്പോൾ വോൾട്ടേജ് റിമെയിൻസ് സെയിം ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് സെയിം. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്തില്ല, മാറ്റമില്ല. നമ്മൾ സർക്യൂട്ടിൽ കൊടുത്ത വോൾട്ടേജ് V ആണെങ്കിൽ R1 ന് കുറുകെയും V വോൾട്ടേജ് കിട്ടും, R2 ന് കുറുകെയും V വോൾട്ടേജ് കിട്ടും. അതിലെന്തില്ല, മാറ്റമില്ല. R1 ന് കുറുകെയും V വോൾട്ടേജ് കിട്ടും, R2 ന് കുറുകെയും V വോൾട്ടേജ് കിട്ടും. പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ്. ഓക്കേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് സെയിം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. കറന്റ് ഈസ് ഡിവൈഡഡ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് റിമെയിൻസ് സെയിം. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന I എന്ന് പറയുന്നത് ടോട്ടൽ കറന്റ് ഇൻ ദ സർക്യൂട്ട്, I1 എന്ന് പറയുന്നത് R1 നെ ക്രോസ് ആയിട്ടുള്ള കറന്റ്, I2 R2 നെ ക്രോസ് ആയിട്ടുള്ള കറന്റ്. ഓക്കേ, നമ്മൾ നേരത്തെ ഓംസ് നിയമം അനുസരിച്ച് തന്നെ അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ I കണ്ടുപിടിക്കാൻ ഓംസ് നിയമം അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന ഇക്വേഷൻ I is equal to V by R. I equal to V by R. Now ഓംസ് നിയമം I equal to V by R. I is equal to V by R. ആ I ക്ക് പകരം V by R എന്ന് കൊടുത്തു. ഇനി I1 എന്ന് പറയുന്നത് I1 ന് പകരം നമുക്ക് കൊടുക്കാവുന്നത് I1 is equal to V by R. I1 എന്ന് പറഞ്ഞാൽ കറന്റ് ത്രൂ R1 ആണ്. R1 ലൂടെ ഒഴുകുന്ന കറന്റിനെയാണ് I1 ആയിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പോൾ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെയാണ്, അതിലെന്തില്ല, മാറ്റമില്ല. ഇനി R1 അപ്പോൾ V divided by R1 ആണ് I1. ഇനി I2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, V by R2 എന്ന് എഴുതാം. V by, അപ്പോൾ I ക്ക് പകരം V by R കൊടുക്കാം, I1 ന് പകരം V by R1 എന്ന് കൊടുക്കാം, I2 ന് പകരം V by R2 എന്ന് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ I ക്ക് പകരം V by R എന്ന് കൊടുത്തു, I1 ന് പകരം എന്ത് കൊടുക്കാം, V by R1 എന്ന് കൊടുക്കാം, പ്ലസ് I2 ന് പകരം V by R2 എന്ന് കൊടുക്കാം. ഇതിൽ നിങ്ങൾ കാണുന്ന കോമൺ ടേം ഏതാണ്, ഇതിൽ നിങ്ങൾ കാണുന്ന കോമൺ ടേം V ആണ്. അപ്പോൾ ആ V യെ നമുക്ക് ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ V by R equal to V ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു ഇൻറ്റു, ഇനി ഈ V എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണുള്ളത്, അംശത്തിലാണുള്ളത്. അപ്പോൾ അവിടെ റിമെയിൻ ചെയ്ത ബാക്കിയുള്ളത് എന്തായിരിക്കും, 1/R1 ആയിരിക്കും. V ന്യൂമറേറ്ററിലെ അംശത്തിലല്ലേ ഉള്ളത്, അതുകൊണ്ട് അവിടെ ബാക്കിയുള്ളത് 1/R1 ആയിരിക്കും. So 1/R1 plus 1/R2 ആയിരിക്കും. നോക്കാം, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ V by R equal to V into V ബ്രാക്കറ്റിന്റെ പുറത്തേക്കാണ് into 1/R1 plus 1/R2. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും V ആണ് കോമൺ ടേം. ഓക്കേ, അപ്പോൾ ആ V യെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്നത് 1/R equal to 1/R1 plus 1/R2. ഇതാണ് സഫല പ്രതിരോധം സമാന്തര രീതിയിൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമുക്ക് കിട്ടി 1/R equal to 1/R1 plus 1/R2. നേരത്തെ സീരീസിൽ എന്തായിരുന്നു, R is equal to R1 plus R2. ഇവിടെയോ 1/R equal to 1/R1 plus 1/R2. ഓക്കേ, ബാക്കി നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇത് 1/R കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആയിട്ടുണ്ട്. ഓക്കേ, ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ 1/R equal to 1/R1 plus 1/R2 plus 1/R3 plus 1/R4 plus etc plus 1/R എന്ന് എഴുതാം. ഓക്കേ, ഇവിടെ നമ്മൾ രണ്ട് റെസിസ്റ്ററെ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻ 1/R1 plus 1/R2 മാത്രമേ ഉള്ളൂ. മൂന്നെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് 1/R3 കൂടി വരും, നാലെണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് 1/R4 കൂടി വരും. ഓക്കേ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. ഇത് 1/R ആണ്, റെസിപ്രോക്കൽ ഓഫ് R. വിപരീതമാണ്, വിൽക്രമമാണ്, ആറിന്റെ വിൽക്രമമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആരാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആറ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വഴി, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/R equal to 1 into R2 plus 1 into R1 divided by R1 into R2. അതെന്ത് ഈക്വൽ ആണ്, 1/R ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, 1/R ഇതാണെങ്കിൽ R കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ റെസിപ്രോക്കൽ എടുക്കാം.
വ്യുൽക്രമം എടുക്കാം. അപ്പോൾ വ്യുൽക്രമം എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ r1 into r2 ന്യൂമറേറ്ററിൽ അപ്പോൾ r1 into r2 divided by r1 plus r2. ഇതാണ് രണ്ട് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈക്വേഷൻ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഈക്വേഷൻ എടുക്കുക. r1 into r2 plus divided by r1 plus r2. ഓക്കേ, ഇതാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, സമാന്തര രീതിയും ശ്രേണി രീതിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒന്ന് നമുക്ക് കൺസോൾട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ 4 പോയിന്റുകൾ നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടാവും? സീരീസിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സീരീസിൽ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ്. സീരീസിൽ വെച്ചിട്ട് നമ്മൾ പാരലൽ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, സീരീസിൽ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഷുഡ് ബി സെയിം എന്നാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ പാരലൽ എത്തുന്ന സമയത്ത് എന്ത് പറയും? കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഷുഡ് ബി ഡിഫറെന്റ്. ഓക്കേ, സീരീസിൽ ശ്രേണിയിൽ നമ്മൾ പറഞ്ഞു ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമാണെന്ന് പറഞ്ഞു. ഇവിടെ എത്തുന്ന സമയത്ത് കറണ്ട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. സമാന്തര രീതിയിൽ എത്തുമ്പോൾ കറണ്ട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. നേരത്തെ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു? വ്യത്യസ്തമാണെന്ന് പറഞ്ഞു സീരീസിൽ. ഓക്കേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആണ്. V തന്നെയാണ് R1 നും R2 നും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നേരത്തെ ഇൻഡിവിജ്വൽ സ്വിച്ചസ് കണക്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻഡിവിജ്വൽ സ്വിച്ചസ് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെയും ഇവിടെയായിട്ട് എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ സ്വിച്ചസ് കണക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകം നിയന്ത്രണ സംവിധാനങ്ങൾ സമാന്തര രീതിയിൽ അഥവാ പാരലൽ കണക്ഷനിൽ നമുക്ക് ഏർപ്പെടുത്താൻ കഴിയും. ഓക്കേ, നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിൽ കൂടുകയാണ് ചെയ്തത്. ഓക്കേ, ടോട്ടൽ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്തത് എങ്കിൽ നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 2 ഉം 2 ആണ് നേരത്തെ എടുത്തത്. 2 + 2 4 ആവില്ല സീരീസിലാണെങ്കിൽ. അതേ 2 ഓം 2 ഓം നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 divided by 2 plus 2 2 × 2 4 divided by 2 plus 2 4 4/4 എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. സോ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് ഇൻ പാരലൽ. സമാന്തര രീതിയിൽ ആകെ സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് 4 പോയിന്റുകൾ. സീരീസിനെയും പാരലലിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 4 പോയിന്റുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ നൽകും. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ